ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ വിവരങ്ങളുടെ സാർവത്രിക ലഭ്യതയ്ക്ക് മോസം ദൌത്യം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അറിവ്, നൈപുണ്യം, അഭിരുചി എന്നിവയ്ക്ക് തുല്യ പ്രാധാന്യം നൽകുന്ന ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായമാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിമലയിൽ ഇന്ന് അയ്യപ്പന് തിരുവാഭരണം ചാർത്തി ദീപാരാധന. മകരജ്യോതി ദർശനത്തിനായുള്ള കാത്തിരിപ്പിൽ ഭക്തലക്ഷങ്ങൾ. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര നിക്ഷേപക സംഗമത്തിൽ UAE പ്രതിനിധി സംഘം പങ്കെടുക്കും. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണ, നിക്കോളസ് ബരിയന്റോ സഖ്യം ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. കാലാവസ്ഥാ വിവരങ്ങളുടെ സാർവത്രിക ലഭ്യതയ്ക്ക് മോസം ദൌത്യം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ 150ാം സ്ഥാപക ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. साथियों, किसी भी देश के वैज्ञानिक संस्थानों की प्रगति साइंस के प्रति उसकी जागरूकता को दिखाती है. मौसम विज्ञान को भारत की स्पेस टेक्नोलॉजी और डिजिटल टेक्नोलॉजी का भी पूरा फायदा मिल रहा है. मिशन मौसम सस्टेनेबल फ्यूचर और फ्यूचर रेडीनेस को लेकर भारत की प्रतिबद्धता का भी प्रतीक है. കാലാവസ്ഥാ വ്യതിയാനം മുൻകൂട്ടി അറിയാനും നേരിടാനും രാജ്യത്തെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന മിഷൻ മോസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മോസം ദൌത്യത്തെക്കുറിച്ച് തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രം മേധാവി നീത കെ ഗോപാൽ. ഭൗമശാസ്ത്ര മന്ത്രാലയം വഴിയാണ് 2000 കോടി രൂപയുടെ മിഷൻ മോസം പദ്ധതി നടപ്പാക്കുന്നത്. റഡാറുകൾ ഉൾപ്പെടെ ശക്തി കൂടിയ കമ്പ്യൂട്ടറുകളും ഈ പദ്ധതിയുടെ ഭാഗമായി IMDക്ക് കൈവരും. അതുവഴി ഇന്ത്യയുടെ നിരീക്ഷണ സംവിധാനങ്ങൾ മറ്റ് വികസിത രാജ്യങ്ങളുടെ ഒപ്പം എത്തും. അതോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലാവസ്ഥ പ്രവചനത്തിൽ ഉൾപ്പെടുത്താൻ കൂടി ഈ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. അറിവ്, നൈപുണ്യം, അഭിരുചി എന്നിവയ്ക്ക് തുല്യ പ്രാധാന്യം നൽകുന്ന ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായമാണ് സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊച്ചി ക്യുസാറ്റിൽ രാജ്യാന്തര ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. This conclave is part of a networking effort to prepare Kerala as a hub of international higher education with academic opportunities and cultural experiences. And the participants of this conclave bear a significant responsibility in charting the future course of higher education in Kerala. We envision a reimagined higher education system that places equal emphasis on knowledge, skills and aptitude. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് 2 ദിവസത്തെ കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാരായ R. ബിന്ദു, KN ബാലഗോപാൽ തുടങ്ങിയവരും അക്കാദമിക് രംഗത്തെ വിദഗ്ധരും പങ്കെടുത്തു. മകരജ്യോതി ദർശനത്തിനായുള്ള കാത്തിരിപ്പിൽ ഭക്തലക്ഷങ്ങൾ. ശബരിമലയിൽ ഇന്ന് രാവിലെ മകരസംക്രമ പൂജ നടന്നു. മകരവിളക്ക് ദർശനത്തിന് മണിക്കൂറുകൾ ശേഷിക്കെ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും തീർത്ഥാടകരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. ഭക്തസഹസ്രങ്ങൾ വൈകിട്ട് തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പസ്വാമിയെയും പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതിയും മകരനക്ഷത്രവും എല്ലാം കണ്ട് തൊഴാനുള്ള മണിക്കൂറുകൾ എണ്ണിയുള്ള കാത്തിരിപ്പിലാണ്. വൈകിട്ട് 5:30 ശരംകുത്തിയിലെത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ദേവസ്വം ബോർഡ് സ്വീകരണം നൽകും. വൈകിട്ട് 6:30 മുൻപ് സന്നിധാനത്തെത്തും. തിരുവാഭരണങ്ങൾ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയുള്ള ദീപാരാധനയും നടക്കും. ഈ സമയം ആകാശത്ത് മകരനക്ഷത്രം ഉദിക്കുകയും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി 3 തവണ തെളിയുകയും ചെയ്യും. വൈകുന്നേരം 5:30 ശേഷം മാത്രമേ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഇനി തീർത്ഥാടകരെ കയറ്റിവിടൂ. മകരസംക്രാന്തി, പൊങ്കൽ, ബിഹു, ഉത്തരായൻ വേളയിൽ ശുഭാശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്തരുടെയും ജീവിതത്തിൽ വിജയവും സന്തോഷവും കൊണ്ടുവരുന്ന ഈ ഉത്സവങ്ങൾ സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും ചൈതന്യം വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം കവിയും ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് സമ്മാനിച്ചു. ശബരിമല സന്നിധാനം ശാസ്ത ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി VN വാസവൻ പുരസ്കാരം നൽകി.
ഇടുക്കി പുല്ലുമേട്, പാഞ്ചാലിമേട്, പരുന്തുംപാറ എന്നിവിടങ്ങളിൽ മകരജ്യോതി ദർശനത്തിനായി വിപുലമായ സൌകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി. ദർശനശേഷം പുല്ലുമേട് നിന്നും സന്നിധാനത്തേക്ക് പോകാൻ തീർത്ഥാടകരെ അനുവദിക്കില്ല. തേനി പോലീസിന്റെ സഹായത്തോടെ കുമിളി, പീരുമേട്, വണ്ടിപ്പെരിയാർ ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. മകരജ്യോതി കാണുന്നതിനായി ഗവിപാതയിൽ വനത്തിലൂടെ സഞ്ചരിക്കുന്നത് തടയാൻ പോലീസും വനം വകുപ്പും സംയുക്ത പരിശോധന ശക്തമാക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തമിഴ് സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന് കിടക്കുന്ന പാലക്കാട് ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ഗ്രാമങ്ങൾ പൊങ്കൽ ആഘോഷത്തിന്റെ നിറവിലാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. കാപ്പുകെട്ടൽ ചടങ്ങുകളോടെയാണ് ഇന്നലെ പൊങ്കലിനെ വരവേറ്റത്. ഇന്ന് തൈപ്പൊങ്കൽ ആഘോഷങ്ങളുടെ ആരവത്തിലാണ്. രാവിലെ വീട്ടുമുറ്റത്ത് പ്രത്യേക അലങ്കാരങ്ങളോടെ ഒരുക്കിയ അടുപ്പുകളിൽ പൊങ്കൽ വെച്ച് നിവേദിച്ചു. നാളെ മാട്ടുപൊങ്കൽ ആഘോഷിക്കും. 3-ാം ദിവസത്തെ പൂപ്പൊങ്കൽ സ്ത്രീകൾ പാട്ടുപാടിയും കുമ്മിയടിച്ചും, 4-ാം ദിവസം കാണം പൊങ്കൽ ദിനത്തിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ആശംസകൾ കൈമാറുന്നതോടെ പൊങ്കൽ ആഘോഷങ്ങൾക്ക് സമാപനമാകും. 45 ദിവസം നീളുന്ന മഹാകുംഭമേളയിൽ പ്രധാന ചടങ്ങുകളിലൊന്നായ മകരസംക്രാന്തി ദിനത്തിലെ പവിത്ര സ്നാനം ഇന്ന് നടക്കും. 2ാം ദിനം 3 കോടി തീർത്ഥാടകർ പ്രയാഗ്രാജിലെത്തുമെന്നാണ് പ്രതീക്ഷ. ഇന്നലെ മാത്രം 1.5 കോടി ജനങ്ങളാണ് ത്രിവേണി സംഗമത്തിലെ പുണ്യസ്നാനത്തിൽ പങ്കെടുത്തത്. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര നിക്ഷേപക സംഗമമായ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുക്കുന്നതിന് UAE പ്രത്യേക സംഘത്തെ അയക്കും. UAE ക്യാബിനറ്റ് മിനിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മുഹമ്മദ് ഹസൻ അൽ സുവൈദി വ്യവസായ മന്ത്രി P രാജീവുമായി അബുദാബിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്. വ്യവസായ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഡോക്ടർ V നാരായണൻ ISROയുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റു. ബഹിരാകാശ വകുപ്പ് സെക്രട്ടറി, ബഹിരാകാശ കമ്മീഷൻ ചെയർമാൻ എന്നീ സ്ഥാനങ്ങളും അദ്ദേഹം ഏറ്റെടുത്തു. ബംഗളൂരുവിലെ ISRO ആസ്ഥാനത്ത് സ്ഥാനമൊഴിയുന്ന ചീഫ് S സോമനാഥിൽ നിന്നാണ് അദ്ദേഹം ചുമതലയേറ്റത്. കണ്ണൂർ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്ന അഗ്രി ഫെസ്റ്റ് കർഷക സംഗമത്തിന് തുടക്കമായി. 3 ദിവസത്തെ മേളയുടെ ഔപചാരിക ഉദ്ഘാടനം നാളെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിക്കും. സമാപന സമ്മേളനം വ്യാഴാഴ്ച കൃഷിമന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. മണ്ഡലത്തിലെ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അടുത്തറിയാനും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പരിഹരിക്കുന്നതിനുമായി സജീവ് ജോസഫ് MLAയുടെ നേതൃത്വത്തിലാണ് അഗ്രിഫെസ്റ്റ് നടത്തുന്നത്. രാവിലെ കാർഷിക പ്രദർശനത്തിന്റെ ഉദ്ഘാടനം P സന്തോഷ് കുമാർ MP നിർവഹിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ സെമിനാർ ആരംഭിച്ചു. യുവജനങ്ങളും കാർഷിക രംഗത്തെ സാധ്യതകളും, ക്ഷീരമേഖലയുടെ സുസ്ഥിര വികസനം, നാണ്യവിളകളുടെ പുനരുദ്ധാരണ സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസ് എടുക്കുന്നുണ്ട്. കാലാവധി അവസാനിക്കാൻ 1 വർഷവും 4 മാസവും ബാക്കി നിൽക്കെ ശ്രീ PV അൻവർ MLA സ്ഥാനം രാജിവെച്ചതോടെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 14 മാസം മാത്രം ശേഷിക്കുന്നതിനാൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടെന്ന് വെക്കുമോ എന്നതിലും ആകാംക്ഷയുണ്ട്. ചട്ടപ്രകാരം 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുള്ളതിനാൽ 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച അനൌപചാരിക ചർച്ചകൾക്ക് തുടക്കമിട്ടു. പത്തനംതിട്ടയിൽ വിദ്യാർത്ഥിനിയെ നിരന്തര പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ ഇന്നലെ അറസ്റ്റിലായത് 14 പേർ. 29 കേസുകളിലായി 42 പ്രതികളാണ് ഇതുവരെ അറസ്റ്റിലായത്. ഇലവുംതിട്ട, പത്തനംതിട്ട, പന്തളം, മലയാലപ്പുഴ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായാണ് കേസ്. അഭിനേത്രി ഹണി റോസിനെ അധിക്ഷേപിച്ചെന്ന കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിച്ചു. ഇന്ന് ഉച്ചകഴിഞ്ഞ് വിധി പറയും. ബോബി ചെമ്മണ്ണൂർ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ ഹൈക്കോടതി പരിശോധിച്ചു. ജാമ്യാപേക്ഷയെ സർക്കാർ എതിർത്തു. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ, കൊളംബിയയുടെ നിക്കോളസ് ബാരിയന്റോസ് സഖ്യം ഇന്നിറങ്ങും. സ്പാനിഷ് ജോഡികളായ പെഡ്രോ മാർട്ടിനസ്, ജൌമെ മുനാറിൻ സഖ്യമാണ് എതിരാളികൾ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ഗുവാഹത്തിയിലെ ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഗോവയെ നേരിടും. രാത്രി 7:30 മത്സരം. നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന UGC നെറ്റ് പരീക്ഷ പൊങ്കൽ, മകരസംക്രാന്തി ഉത്സവങ്ങൾ കാരണം മാറ്റിവെച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവസ്ഥാ വിവരങ്ങളുടെ സാർവത്രിക ലഭ്യതയ്ക്ക് മോസം ദൌത്യം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അറിവ്, നൈപുണ്യം, അഭിരുചി എന്നിവയ്ക്ക് തുല്യ പ്രാധാന്യം നൽകുന്ന ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായമാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
ശബരിമലയിൽ ഇന്ന് അയ്യപ്പന് തിരുവാഭരണം ചാർത്തി ദീപാരാധന. മകരജ്യോതി ദർശനത്തിനായുള്ള കാത്തിരിപ്പിൽ ഭക്തലക്ഷങ്ങൾ. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര നിക്ഷേപക സംഗമത്തിൽ UAE പ്രതിനിധി സംഘം പങ്കെടുക്കും. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണ നിക്കോളസ് ബെറിയന്റോസ് സഖ്യം ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.